ഇതാണ് സൗത്ത് വാർക്ക് കത്തീഡ്രൽ. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിലവിൽ നിന്നിരുന്ന ഒരു ചർച്ചാണിത്. അതായത് ആദ്യം ഇത് കോൺവെൻ്റ് ആയിരുന്നു, പിന്നെ ചേർച്ചായി, ഇപ്പോൾ ഇത് കത്തീഡ്രലാണ്. ഇത് പബ്ലിക് ആൾക്കാർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതായത് കുറേ ഹിസ്റ്ററിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഒരുപാട് പഴക്കമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അത്ര വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് നല്ല അത്ഭുതമാവും. പിന്നെ നിങ്ങൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്ന് പഠിച്ച ക്രിസ്ത്യൻ ഹിസ്റ്ററിൻ്റെയും കത്തീഡ്രലിൻ്റെയും ചർച്ചിൻ്റെ ഒക്കെ ഹിസ്റ്ററിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഒക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ആ പഠിച്ച കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റും. അതായത് കൺസ്ട്രക്ഷൻ ആവട്ടെ, ഈവൻ ഇവിടുത്തെ ജനലുകളുടെ ചില്ലുകൾ വരെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതൊക്കെ ഒരു ആർട്ട് വർക്കാണ്. അതായത് ആ ജനലിൻ്റെ ചില്ലുകളിലുള്ളതൊക്കെ ഒന്നുകിൽ ബ്രിട്ടൻ ചരിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തുമതമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങുകളാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായത് അവർ ചിത്രങ്ങളിലൂടെ ഈ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. പിന്നെ ഇവിടുത്തെ ഹാളിൽ ആകെ പ്രാവുണ്ടല്ലോ, അതായത് പീജിയൻസിൻ്റെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തൂക്കിയിട്ടുണ്ട്. അതായത് സമാധാനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതൊരു ഡെക്കറേഷൻ പോലെ ചെയ്തതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. കുറച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഇവിടെ നമ്മൾ നടക്കുന്ന ഭാഗത്തൊക്കെ ഇവിടുത്തെ ഈ പള്ളിയിലുണ്ടായിരുന്ന മുമ്പത്തെ പ്രീസ്റ്റുകളുടെയൊക്കെ ശവക്കല്ലറുണ്ട്. അതായത് അവർ മരിച്ച വർഷം, അവർ സേവനം ചെയ്ത അവിടുത്തെ വർഷം ഒക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ച്. പിന്നെ ഇവിടുത്തെ ഈ ഓരോ ചുമരിലും എല്ലാ ഭാഗത്തും ആർട്ട് വർക്ക്സാണ്. അതായത് ഓരോ പ്രതിമകളാവട്ടെ, ഇവിടുത്തെ ജനൽ, വാതിൽ, എല്ലാ സംഭവങ്ങളും ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്.